കോഴിക്കോട് കോർപ്പറേഷനിൽ LDF മികച്ച വിജയം നേടുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. സംസ്ഥാന സർക്കാരിന്റെയും കോഴിക്കോട് കോർപ്പറേഷന്റെയും വിലയിരുത്തലാകും തെരഞ്ഞെടുപ്പ്. പെൻഷൻ വർധനയടക്കം ജനക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം LDFന് അനുകൂലമാകും. കോർപ്പറേഷനിൽ LDFന് ഭരണ തുടർച്ചയുണ്ടാകുമെന്നും ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് പ്രചാരണം അവസാനത്തോടടുക്കുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിച്ചതായും പറഞ്ഞു. ഇത്തവണ LDFന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസനവും ഈ തെരഞ്ഞെടുപ്പിൽ LDFന്റെ കുതിപ്പിന് ഒരു കാരണമാണ്. അതോടൊപ്പം കോഴിക്കോട് കോർപ്പറേഷന്റെ 5 വർഷത്തെ ഭരണം LDFന് കൂടുതൽ പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ സീറ്റുകൾ നേടി LDF കോഴിക്കോട് കോർപ്പറേഷനിൽ വീണ്ടും അധികാരത്തിൽ വരും. ഭരണത്തിന്റെ ഒരു വിലയിരുത്തൽ കൂടിയാകും എന്നാണോ? തീർച്ചയായും LDF സർക്കാർ കോഴിക്കോട് നഗരത്തിന് വേണ്ടി ചെയ്ത ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്കുള്ള പിന്തുണ തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. അതോടൊപ്പം കോഴിക്കോട് കോർപ്പറേഷന്റെ ഒട്ടേറെ ഇടപെടലുകളുണ്ട്. പെൻഷൻ മുടങ്ങാതെ നൽകി, പെൻഷൻ തുക 2000 ആക്കി, പെൻഷൻ ലഭ്യമാകുന്നവരുടെ എണ്ണം വർദ്ധിപ്പിച്ചു, വീട്ടമ്മമാർക്ക് ഇന്ത്യയിൽ ആദ്യമായി പെൻഷൻ നൽകുന്നു, മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചയാണോ? അല്ല, അതൊക്കെ അതിന്റെ ഭാഗത്ത് നടക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. വികസന പ്രവർത്തനങ്ങൾ, സംസ്ഥാന സർക്കാരിന്റെയും കോർപ്പറേഷന്റെ വികസന പ്രവർത്തനങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ ക്യാമ്പയിനായിട്ട് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് ഒരു ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട്? ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോറും കോഴിക്കോട് കോർപ്പറേഷനിൽ LDFന്റെ അംഗസംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഇന്നത്തെ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, യുവാക്കളും സ്ത്രീകളും അടക്കമുള്ള എല്ലാ വിഭാഗം ആളുകളും വോട്ട് ചെയ്യാനായി കാത്തിരിക്കുകയാണ് LDFന് വേണ്ടി. കോഴിക്കോട് നഗരത്തെ മുന്നേറ്റങ്ങളിലെത്തിച്ച സർക്കാരിൻ്റെയും കോർപ്പറേഷന്റെയും വികസന പ്രവർത്തനത്തിന് പിന്തുണ നൽകാനായി കോഴിക്കോട്ടെ ജനങ്ങൾ പ്രത്യേകിച്ചും കാത്തിരിക്കുകയാണ് പോളിംഗ് സ്റ്റേഷനിലേക്ക് LDFന് അനുകൂലമായി വോട്ട് ചെയ്യാൻ. ഡെപ്യൂട്ടി മേയർ ഇത്തവണ മേയർ സ്ഥാനാർത്ഥി കൂടിയാണ്. അല്ല, അങ്ങനെ LDFനെ സംബന്ധിച്ചിടത്തോളം മുൻകൂട്ടി ഒരു തെരഞ്ഞെടുപ്പിലും മേയർ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് തീരുമാനിച്ചു വെക്കാറില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ LDFും അതിന് നേതൃത്വം കൊടുക്കുന്ന CPMും ആലോചിച്ച് നിശ്ചയിക്കുന്നതാണ് മേയർ സ്ഥാനത്തേക്ക് ആര് ചുമതലയേൽക്കണമെന്നുള്ള സംബന്ധിച്ച്. തീർച്ചയായും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം LDF സംസ്ഥാന സർക്കാരും